ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, അർജന്റീന വേഴ്സസ് സ്പെയിൻ മാച്ച്. നാളെ 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 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തിങ്കളാഴ്ച 12:30 അർദ്ധരാത്രിയിലാണ് സ്പെയിൻ വേഴ്സസ് അർജന്റീന മാച്ച് നടക്കുന്നത്. വളരെ രസകരമായിരിക്കും, അതിലും വാശിയേറിയ മത്സരങ്ങളൊന്നായിരിക്കും അത്. കാരണം അർജന്റീനയുടെ ഫോമും സ്പെയിൻ്റെ ഫോമും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവരും നല്ലൊരു മികച്ച രീതിയിലാണ് ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട് കടന്നു വരുന്നത്. അർജന്റീന ആയാലും ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ടാണ് കടന്നു വരുന്നത്. നല്ലൊരു മാച്ച് കാഴ്ചവെച്ചിട്ടാണ് രണ്ടുപേരും കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടഫായ ഒരു ഓപ്പോണൻ്റ് തന്നെ ആയിരിക്കും സ്പെയിൻ. അർജന്റീന ആയാലും സ്പെയിൻ ആയാലും ഒരു സംശയമില്ല. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സ്വപ്ന ഫൈനൽ അർജന്റീന സ്പെയിൻ നേർക്ക് നേർ. ഒരു വശത്ത് അർജന്റീനയുടെ പോരാട്ട വീര്യം, മറുവശത്ത് സ്പെയിൻ്റെ പന്ത് കൈവശം വെച്ച് കളിക്കുന്ന ശൈലി. രണ്ട് ഫുട്ബോൾ ശക്തികൾ ലോകകപ്പ് കിരീടത്തിനായി ഏറ്റുമുട്ടുമ്പോൾ ഒരു പിഴവ് പോലും മത്സരത്തെ മാറ്റിമറിക്കാം. കാരണം ഒരു പിഴവ് പോലും രണ്ട് ടീമുകളും കാണിക്കുന്ന ഒരു പിഴവ് പോലും മത്സരത്തെ ഫുള്ളായിട്ട് മാറ്റിമറിക്കാൻ കഴിയും. ഒരു മിസ് പാസ് ആയാലും ഒരു ഗോളായാലും എന്തായാലും രണ്ടു പറയും പിഴവ് ഒരു മത്സരത്തെ മാറ്റിമറിക്കുമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് പറയാനുള്ളത് അർജന്റീനയുടെ വേഗത്തിലുള്ള കൗണ്ടർ അറ്റാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. കാരണം ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ചൊക്കെ നമ്മൾ കണ്ടതാണ്, വളരെ രസകരമാണ് അവരുടെ കൗണ്ടർ അറ്റാക്കും കാര്യങ്ങളൊക്കെ. പിന്നെ സ്പെയിൻ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ച് അവസരങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും. പിന്നെ മിഡ്ഫീൽഡിലെ പോരാട്ടം വിജയം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. മിഡ്ഫീൽഡിൽ എന്തായാലും സ്പെയിനും അർജന്റീനയും മിഡ്ഫീൽഡിൽ നല്ലൊരു പോരാട്ടം ഉണ്ടാകും. കാരണം റോഡ്രി ആയാലും പെഡ്രി ആയാലും ഒക്കെ വളരെ മികച്ച രീതിയിലാണ് സ്പെയിന് വേണ്ടി കളിക്കുന്നത്. അർജന്റീനയെ സ്പെയിനെ തകർത്ത് എറിഞ്ഞതിലൊരു കാരണം അതൊക്കെ തന്നെയാണ്. പിന്നെ സ്പെയിൻ്റെ മുന്നേറ്റം, സ്പെയിൻ്റെ ഡിഫൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അർജന്റീനയ്ക്ക്. എന്നാലും പോരാട്ടം ഉണ്ടാകും. അർജന്റീന അങ്ങനെ തോൽക്കൊടുക്കുന്ന ടീമല്ല, ഒരു കൊച്ചു ടീമും അല്ല അർജന്റീന എന്ന് സ്പെയിനും കരുതുക. കാരണം എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. സ്പെയിനെ തകർത്ത പോലെ അല്ല, ഫ്രാൻസിനെ തകർത്ത പോലെ പറ്റത്തില്ലല്ലോ. ഫൈനൽ ആയതിനാൽ ഒരു ചെറിയ നിമിഷങ്ങളും നിർണായകമാണ്. ഒരു ലോകം, ഒരു ഗോള്, ഒരു മിസ് പാസ്, അല്ലെങ്കിൽ എന്തും ഒരു കപ്പ് കയ്യിൽ നിന്ന് പോകുന്ന എന്തും മിസ് പാസും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യം. അതുകൊണ്ട് രണ്ടുപേരും നല്ലപോലെ കളിക്കുക, നല്ലൊരു മാച്ച് കാഴ്ചവെക്കാൻ കഴിയട്ടെ രണ്ടുപേർക്കും. അർജന്റീന കപ്പടിച്ചാൽ വളരെ സന്തോഷം. ഒരു അർജന്റീന ഫാൻ എന്ന നിലയിൽ വളരെ സന്തോഷമാണ്. ഇതുവരെയും അർജന്റീന ഒരു ഫാൻ എന്ന നിലയിൽ ഞങ്ങളെ ദുഃഖിപ്പിച്ചിട്ടില്ല. കാരണം ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കളികൾ കണ്ടത്. കാരണം ഒരു മാച്ച് പോലും ടെൻഷൻ അടിക്കായിരുന്നു കണ്ടിട്ടില്ല. എല്ലാ മാച്ചും 70 മിനിറ്റ് വരെയും ടെൻഷനും കാര്യങ്ങളൊക്കെ. പക്ഷേ 80 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അർജന്റീന വേറെ ലെവലാണ്. ഒരു ഹൈ ലെവൽ പീക്കിലേക്കാണ് ഒരു ലെവൽ കഴിയുമ്പോൾ അർജന്റീന ഞങ്ങളെ എത്തിക്കാറുള്ളത്. ആ മാച്ചാണ് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നും കൈവിട്ടിട്ടില്ല, ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങൾ കൈവിട്ടിട്ടില്ല. എന്തായിരിക്കും നമുക്ക് അടുത്ത വീഡിയോ കാണാം.